എത്ര നാളായല്ലേ, ഒരു മാറ്റവും ഇല്ല. പിന്നെ ക്യാൻറ്റീൻ ഡെയിലി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്യാൻറ്റീൻ മാറുന്ന കാര്യമല്ല പറഞ്ഞത്. ഡെയിലി ഇതിൻ്റെ അകത്ത് കയറി വന്നിട്ട് ചായ പറ എന്ന് പറയാ. നിങ്ങൾ ആരെങ്കിലും ചായക്ക് പറ, ഞാൻ തന്നെ പറയണോ? ഇവനെന്നും ചായക്ക് പറല് എന്തോ മനു ഒരു ചായ പറഞ്ഞേ. കയ്യിൽ 5 പൈസ അല്ലേ ഭായി. നിങ്ങളുടെ വക ഒരു ചായ കുടിച്ചിട്ട് എത്ര നാളായി? ഡേയ് ചായ പറ. വാസണന്നല്ലേ 3 ചായ 3 കടി. എന്താ ഉച്ചയ്ക്ക് പരിപാടി? ഉച്ചയ്ക്ക് ശേഷം സിനിമയ്ക്ക് പോയാലോ? എൻ്റെ പൈസ ഇല്ല. ടിക്കറ്റ് എടുക്കാൻ എൻ്റെ പൈസ ഇല്ല. എൻ്റെ ഇല്ല. എടുക്കോ ടിക്കറ്റ് എടുക്കോ? ടിക്കറ്റ് അവിടെ പോയി ചോദിക്കണം. അതെ, അവിടെ പൈസ കൊടുത്താലേ കിട്ടുള്ളൂ. പൈസ കൊടുത്താലേ കിട്ടുള്ളൂ. നീ പൈസ കൊടുക്കുമോ? എൻ്റെ ഇല്ലല്ലോ പൈസ കൊടുക്കാൻ. ഒരു കാര്യം ചെയ്യ്, രവിയുടെ എടുക്കട, അതിന്റെ ക്രെഡിറ്റ് രവിയുടെ. കടലിൽ ഉപ്പ് കലക്കല്ലേ? ആര് ആര് കലക്കി? ക്ലാസ് പൈസ അടിപൊളി പറയുന്നത്. എല്ലാരും ഉണ്ടല്ലോ. എന്നാ ലഡു പ്രിൻസിപ്പൽ വിട്ടാ. പിരിഞ്ഞോളാം. ഏയ് അതൊന്നുമല്ല കാര്യം. പിന്നെ പ്രിൻസിപ്പലിന്റെ വിവാഹ വാർഷികം 25 വർഷം. 25 വർഷം ഒരു ഭാര്യ സഹിക്കുക സമ്മതിക്കണോ? ഓരോ വർഷം ഭാര്യ മാറ്റിക്കൊണ്ടിരിക്കും. മമ്മൂക്കാന്ന് പറഞ്ഞിട്ട് ഒരു വർഷം കല്യാണം അയക്കും, അത് മൊഴി വരും. പിന്നെയും കല്യാണം അയക്കും, അത് മൊഴി വരും. അങ്ങനെ മൊഴിയല്ലോ. അപ്പൊ നിങ്ങളോട് ഇരിക്കുകയല്ലേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, വേറെ ജോലി ഉണ്ട്. എടാ ഇത് ആനവായിൽ അമ്പഴങ്ങാന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. ഇല്ല, ഇത് തിരിച്ചുകൊണ്ടെന്നാലേ പ്രിൻസിപ്പൽ വിഷമാവും. പ്രിൻസിപ്പലിന് ഒരു വിഷമം തോന്നത്തില്ല. കളിച്ചോ ഒരു ഇത് എവിടെ കളിക്കാനാ? പിന്നെ അപ്പൊ ശരി. വേറെ സംഭവം പിന്നെ വേറെ വലിയ പാർട്ടിയുണ്ട് വീട്ടില്, അങ്ങോട്ട് വന്നാൽ മതി. ഇഷ്ടം പോലെ ലഡു തിന്നാൻ കേട്ടോ. കഷ്ടം തന്നെ, കൊണ്ടുവന്നാൽ ഒരു കഷ്ണം പോലും തന്നില്ല. സാറിന്റെ വീട്ടില് പാർട്ടിയാ, പോയാലാ? വിളിക്കാത്ത പരിപാടിക്ക് അങ്ങനെ പോണത്. ഓസിന് കിട്ടുന്ന ചാപ്പാട്ടിന് പ്രത്യേക ടേസ്റ്റാണ്. എന്നാ പോലെ വേണമെങ്കിൽ ഞങ്ങൾ വരാട്ടോ. അവിടെ ഇരുന്നാ മതി. സാർ വിവാഹമംഗളാശംസകൾ. താങ്ക് യു. വൈകുന്നേരം വീട്ടിൽ പാർട്ടിയുണ്ട്. പറഞ്ഞു, അധികാരം വിളിച്ചിട്ടൊന്നുമില്ല, നിങ്ങളെ മാത്രമേ വിളിച്ചോളൂ. തീർച്ചയായിട്ടും വരണം. പിന്നെ നിങ്ങൾ വരണം, പാടണം, ഉഷാറാക്കണം. സാറേ, പാർട്ടിക്ക് എൻ്റെ ഒരു പുതിയ കവിത ഒന്ന് ചൊല്ലിയാലോ? നല്ലൊരു ഫംഗ്ഷനാണ്. സാറിനെ പകുതിക്കൊണ്ടുള്ള കവിത ആണോ? എങ്കിൽ പാടട്ടല്ലേ? സാറ് ഞാൻ വേണമെങ്കിൽ മൂടിനോട് 2 വരി ഇപ്പം ചെല്ലാം. വേണ്ട, ഞാൻ ഇപ്പം നല്ല കൈ വേണം. ഈ വൈകിട്ട് ചെല്ലാം അല്ലേ? ശരി സാർ. ബൈ ബൈ. ഇങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നതിനാൽ കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ആവശ്യം. അപ്പോഴാണ് ജീവിതം ധന്യമാവുന്നത്. ഇയാൾക്ക് വട്ടാന്നേ. ഞാൻ കേട്ടങ്ങനെ ഇയാളുടെ അപ്പനും വട്ടാറുന്ന. എന്തെങ്കിലും ആട്ടെ, നമുക്ക് സാറിനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണ്ടേ? നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഇട്ടാ കാര്യമായിട്ട് വലിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ആണല്ലേ? അപ്പൊ ഒരു പണി, ഞാൻ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ തരാം. ഇതിവിടെ ഇരിക്കട്ടെ, പലർക്കൊക്കെ മേടിക്കാനുണ്ട്. എന്നാ ഒരു 500. അത് മതി. പിന്നെ ഗുണമൊക്കെ ധാരാളം മതി. 500 ബാക്കി നിങ്ങൾ കിട്ടാൻ മതി. വാരിക്കോരി ചെലവാക്കിയാലേ സാർ? അപ്പൊ ഓക്കെ സാർ, ശരി എന്നാ വൈകിട്ട് കാണാം. ഞങ്ങൾ ഗിഫ്റ്റ് മേടിച്ചിട്ട് അത് വഴി വരാം. ശരി സാർ, വൈകിട്ട് കാണാം. അത് ശരിക്കും മടുത്തില്ലേ ഈ കോളേജ് ലൈഫ്? വേറെ വേറെ പരിപാടി ഒന്നും ഇല്ലാത്തോണ്ടാ? കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തോണ്ടാ എത്ര വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ ചോദിക്കുക? എടാ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഇപ്പോൾ കാറ്ററിംഗ് സർവീസിന് പോകുന്നുണ്ട്. അത് നോക്കിയല്ലോ നോക്കുന്നു. കൂടെ ജോലിക്ക് പോകാനാ? കൂടെ വിളമ്പി കൊടുക്കണം, ഫുഡൊക്കെ എടുത്തു കൊടുക്കും. പൈസ കിട്ടും, ഫുഡ് കിട്ടും. എടേ, അല്ലെങ്കിൽ നമുക്ക് കാര്യം ചെയ്യാം, ഒരെണ്ണം സ്വന്തമായിട്ട് തുടങ്ങാം.
ആ തുടങ്ങണൊക്കെ അവിടെ കേട്ടോ, ആദ്യം പണി പഠിക്കണ്ടേ. ഫുഡ് കൊടുക്കാറ് ചില്ലറ പരിപാടിയൊന്നും അല്ല. നിന്റെ വാപ്പച്ചിയുടെ ബന്ധത്തിലുള്ള ഒരു വേഷം ഉണ്ടല്ലോ, ഒരു കാക്ക. അപ്പോൾ മൂപ്പര് ബോട്ടിൽ എടുത്താ. ആ പുള്ളി എടുത്ത് പറയാം, ഒന്ന് ഹെൽപ്പ് ചെയ്തേരെ പറ. നോക്കാം നമുക്ക്. അവര് പണി തുടങ്ങി. എന്ത് പണി? എബിലി സംഘമൊക്കെ വൈകിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകും. നമ്മളെ കൂടാതെ? അല്ല, അതാ ബാബുലേ സാറിന്റെ നേതൃത്വത്തിലാണ് സംഗതി നടക്കാൻ പോകുന്നത്. ആഹാ, നമ്മളെ കൂടാതെ അങ്ങനെ വാങ്ങിക്കാൻ പോയാൽ ശരിയാവില്ല. അപ്പൊ നമുക്ക് സർപ്രൈസ് കൊടുക്കണം, സാറിന് ഒരു സർപ്രൈസ് കൊടുക്കണം. അതന്നെ, വെറുതെ കൈ വീശി പോകണ മോശമാണ്. ഫുഡ് കഴിച്ച് പോരാന്ന് പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടാവുന്ന പരിപാടിയാണ്. എൻ്റെ 50 രൂപ ഉണ്ട്. 30 രൂപ. അണ്ണൻ്റെ എത്ര ഉണ്ട്? 10. അപ്പൊ 90 രൂപയായി. 90 രൂപ എന്തിട്ടാണ്? നമുക്കൊരു കിലോ ഏത്തപ്പഴം വാങ്ങിച്ചിട്ടോ. അതിന് നമ്മൾ വയറ് കാണാൻ പോകില്ലല്ലോ. അത് ഇങ്ങനെ അവിടെ സംസാരിച്ചോണ്ടെന്ന് എങ്ങനെ? നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പുറത്തെ ഫാൻസിലോട്ടൊന്ന് പോയാലോ? നിന്റെ വീട്ടിൽ പഴയ സാധനം എടുത്തോ, പൊഞ്ഞുകൊണ്ടായാലും മതി. ശരി, എൻ്റെ വീട്ടിലില്ല, ഇപ്പൊ എവിടെ ഉണ്ടായിരുന്നു? ആര്? നേരെ ഇങ്ങനെ കയറിക്കഴിഞ്ഞു പോയ തുടങ്ങാനല്ല എന്താ കിട്ടുക. അളിയ വലുത് തന്നെ വാങ്ങിക്കണേ. ഉള്ള പൈസ 90 രൂപയ്ക്ക് വലുത്. കിടന്നളിയാ. എന്താ വേണ്ടേ? ഗിഫ്റ്റ് നോക്കാൻ വേണ്ടിട്ടേ. കച്ചവടം ഒന്നും ഇല്ല അണ്ണാ? വേറെ സെലക്ഷൻ ഒന്നും ഇല്ല. ഇവിടെ ഉള്ള കളക്ഷൻ ഉള്ളൂ. ഇതെന്താ വിലയാണോ ഈ ക്ലോക്ക്? 650. എന്തിനാ ക്ലോക്ക്? എന്തിനാ? അല്ല, വയസ്സാകാലത്ത് പുള്ളി സമയം നോക്കിയില്ല. ചെറുതാണ്. ഇതല്ലേ? ഇതെത്ര? 250. അത് വേണ്ട വേണ്ട. പിന്നെ അണ്ണാ 90 രൂപയ്ക്ക് കിട്ടുന്ന പ്രേഷ്യസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് വല്ലതും ഉണ്ടോ? 90 രൂപയ്ക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ഇത് കൊള്ളാം അല്ലേ? ഇത് കൊള്ളാം. നല്ല ശേഷമായിരിക്കണം. സാറിൻ്റെ അരഞ്ഞാണത്തിൽ കെട്ടി കിടക്കാം. ഇതൊന്നും ഉണ്ടായാൽ ശരിയാവില്ല, വെറുതെ അവിടെ നാളെ കിടക്കും. പിന്നല്ല, സാർ അവിടെ വെച്ചാൽ അതിന് തുറന്നു നോക്കും, ആ പട പ്രശ്നം. പിന്നെ എന്ത് ചെയ്യാന്ന്? 90 രൂപ വെച്ചിട്ട് ഗിഫ്റ്റ് ഉണ്ടാകാൻ ഇതവിടെ വെച്ച് ആരും തുറന്നു നോക്കിയാലോ? കാണോ? അത് തന്നെ. എന്താ വാങ്ങിക്കണോ വാങ്ങിക്കണല്ലേ? അവിടെ വെച്ച് ആലോചിക്കാന്ന്. അത് ആലോചിക്കണം. അവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ആലോചിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. അപ്പോൾ അപ്പുറത്തെ കടയിൽ നിന്ന് കാര്യം വെച്ചില്ല. അപ്പുറത്തെ കട എന്തായാലും 90 രൂപയല്ലേ ഉള്ളൂ. ഇതായിരിക്കും. കാണാനില്ലല്ലോ. ഇതായിരിക്കണേ, ഇവിടെ വച്ചിട്ടുണ്ട്. കളി